am blessed എന്ന് പറഞ്ഞാൽ ഈ ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ രാപ്പകൽ നിന്റെ ചിന്ത മുഴുവനും ദൈവത്തെക്കുറിച്ചായിരിക്കണം. രാവും പകലും എന്തോ ചെയ്യണം? അപ്പൊ അർത്ഥം ചോദിക്കുന്നത് ഞാൻ എപ്പോഴും പുസ്തകം പഠിച്ചോണ്ട് വേണ്ട, രാവിലെ വായിച്ച വാക്യം ഒന്ന് ധ്യാനിച്ചോ. ഒരു വാക്യം ധ്യാനിച്ചാൽ മതി. ഒരു ദിവസം നിന്റെ ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. വാക്യമിട്ട് ധ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. രാപകൽ ധ്യാനിക്കുന്നവൻ എന്തോന്നാ പറഞ്ഞേക്കുന്നത്? അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ എപ്പോഴും നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പുസ്തകം പറയുന്ന വഴിയല്ലാതെ വേറൊരു വഴി നീ നോക്കരുത്. പുസ്തകം നിന്നെ സ്ട്രെയിറ്റ് പാത്തിൽ കൊണ്ടുപോകും. നീ വളഞ്ഞ വഴി നോക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. പിന്നെ നീ എന്ത് ചെയ്യണം? യഹോവയുടെ ഓഫീസിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ബൈബിൾ വായിക്കണം. വണ്ടിക്കകത്തിരിക്കുമ്പോൾ ബൈബിൾ വായിക്കണം. FM റേഡിയോ കേട്ടോണ്ടിരിക്കരുത്. കട്ട് ചെയ്ത് ദൂരെ കളയണം. എന്തോ കേൾക്കണം? ദൈവവചനം കേൾക്കണം. സിഗ്നലിരിക്കുമ്പോൾ മൊബൈലിനകത്തുനിന്ന് ബൈബിൾ വായിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷത്തോടെ ചെയ്യണം. എന്ത്? ദൈവവചനം.